ഞാൻ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്, എന്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. നീ സന്തോഷമായിട്ട് ജീവിച്ചോ, ഓക്കെ? നമ്മള് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എന്തോ കേരളത്തിലെ അവിഹിതങ്ങളുടെ കാലാണ്. അവിഹിതങ്ങള് ഓരോരോ കുടുംബങ്ങൾ തകർക്കുന്നത് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗേഴ്സിന്റെ ജീവിതം ഡൈവേഴ്സ് ആയി പോയി, അവർ പിരിഞ്ഞ് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെയാണ് ഇപ്പം AME വ്ളോഗ്സ്, അതായത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലാണ്. അവിനാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന യൂട്യൂബ് ചാനലാണ്. അതിലും ഫാമിലി വ്ളോഗ്സ് ആണ് ചെയ്യുന്നത്. ഇയാളുടെ ഭാര്യയും ഇയാളുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു വ്ളോഗ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇവരുടെ വീഡിയോസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 4 മാസം മുമ്പാണ് ഈ ഒരു അവിനാഷ് തൻ്റെ ഭാര്യയുമായിട്ട് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഒരു വീഡിയോ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇയാൾ ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യം എന്താണ്, കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയണ്ട എന്നുള്ള വിചാരം കൊണ്ട് മാത്രമായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം എല്ലാവരും ഈ ഒരു അവിനാഷിനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അവിനാഷ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിവോഴ്സിന് കാരണം എന്നുള്ളത് കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. കുറച്ച് ഭാഗങ്ങളൊന്നും ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങളൊരു 4 മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ. 4 മണിക്കൂർ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാതിയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം, അല്ല എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ്, എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവനെനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഇവനും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിലൂടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഭാര്യയെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് പുറം രാജ്യത്തേക്ക് ജോലിക്ക് വിടുമായിരുന്നു. അബുദാബിയിൽ ജോലിക്ക് വിടുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന അവിടെ പോയി കഴിഞ്ഞപ്പം കണ്ണകലുമ്പം മനസ്സകലും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഭർത്താവ് കൂടെ ഇല്ലാതിരുന്നപ്പം വേറൊരാളുമായിട്ട്, അതായത് ഈ ഒരു ഭാര്യ ജോലി ചെയ്യുന്ന കമ്പനിയിലെ വേറൊരാളുമായിട്ട് ഈ ഒരു ഭാര്യ റിലേഷൻഷിപ്പിലാവുകയാണ്. അങ്ങനെ ഈ ഒരു അവിനാഷിനെ കോൾ ചെയ്യാതെയായി, കോളുകളൊന്നും അവിനാഷ് വിളിച്ചാലും എടുക്കാതെയായി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കോളൊന്നും എടുക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടന്തേ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പം അവിനാഷ് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്തായാലും ഒന്ന് പോയി നോക്കണം എന്നുള്ള രീതിയിൽ അവിടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു സ്വന്തം ഭാര്യയുടെ അവിഹിതം അവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ഭർത്താവിന് ആ ഒരു ഭാര്യയുടെ അവിഹിതം കൺമുമ്പിൽ കണ്ട് മനസ്സിലാക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു വേദന, താൻ ഇത്രയും അധികം, അതായത് ഇയാള് ഭാര്യയെ എന്തോ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള സാധനം കയ്യിൽ കിട്ടിയതുപോലെയാണ് ഭാര്യയെ ഇയാള് നോക്കിയിരുന്നത്. അപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാര്യ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി ഈ ഒരു ഭർത്താവിനോട് ചെയ്തപ്പം ഒരുപാട് പ്രതികരിച്ചെങ്കിലും അവസാനം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവിനാഷ് തന്നെ പിന്മാറുകയാണ് ചെയ്തത്. ഇതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ക ചീറ്റിംഗ് തന്നെ. ഭാര്യയുടെ സൈഡിൽ നിന്ന് ഉണ്ടായ ചീറ്റിങ്ങിനെ തുടർന്നാണ് അവിനാഷ് ഇവിടെ ഡൈവേഴ്സ് ആയത്. അതിലും ഒരു കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എന്നിട്ടാണ് ഈ ഒരു ഭാര്യ ഈ ഒരു ഭർത്താവിനോട് ഇമ്മാതിരി ചതി ചെയ്തത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇവരൊക്കെ പറയേണ്ടത്? ഒരു സ്ത്രീ ചെയ്ത പണിയാണ്. ഒരു ഡൈവേഴ്സ് ഒക്കെ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് നടക്കുമ്പം എല്ലാവരും കുറ്റപ്പെടുത്ത് ആണിനെയാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കണം, ആരുടെ ഭാഗത്താണ് ന്യായീകരണം. കുഞ്ഞാറ്റ ഇച്ചായൻ ഈ ഒരു കാര്യത്തിൽ അത് ഇച്ചായൻ്റെ കയ്യിൽ, അതായത്
അമലിന്റെ കയ്യിലെ അവിഹിതങ്ങളായിരുന്നു കാരണം. ഇതിപ്പം ഭാര്യയുടെ കയ്യിലുള്ള അവിഹിതങ്ങൾ. എന്താലേ, ആരെയും നമുക്ക് കണ്ണടിച്ച് കുറ്റം പറയാനോ ന്യായീകരിക്കാനൊക്കെ പറ്റില്ല. എന്താണ് സത്യം എന്നുള്ളത് ഓരോ കയറി നമുക്ക് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അവരെന്താണോ പുറത്ത് പറയുന്നത്, ഈ ഒരു വ്യക്തി വളരെ മാന്യമായിട്ട് ഇതുവരെ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 4 മാസം മുമ്പാണ് ഈ ഒരു ഡൈവേഴ്സ് നടന്നത്. ഇപ്പൊ ഈ ഒരു അവിനാശ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റീസൺ പറഞ്ഞൊരു വീഡിയോ ഇട്ടത് എന്ന് വെച്ചാൽ, എല്ലാവരും അവിനാശിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് നിന്നെ സ്നേഹിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ച്, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന കുട്ടിയല്ലായിരുന്നോ, എന്നിട്ട് എന്തിനാണ് അവളെ ഡൈവേഴ്സ് ചെയ്ത് ഉപേക്ഷിച്ചത് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളും ഓരോരുത്തരായിട്ട് ചോദിക്കുകയാണ്. പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഈ ഒരു അവിനാശിന്. അപ്പം എല്ലാവരും ഇതിന്റെ ഒരു റീസൺ അറിയണം. എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ക്ലാരിറ്റി ആയിട്ട് തന്റെ ഭാഗം മറ്റുള്ളവർക്ക് മുമ്പിൽ അറിയിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു അവിനാശ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇത്രയും തന്നോട് ചത ചെയ്ത ആ ഭാര്യയെ ഒന്ന് കുറ്റപ്പെടുത്താനോ ഒന്നും നിന്നിട്ടില്ല. അല്ലെങ്കിൽ തന്റെ ഭാഗത്തെ ന്യായീകരണം ഇതാണ്, എനിക്ക് ഡിവോഴ്സ് ആവാനുള്ള റീസൺ ഇതാണ് എന്ന് വളരെ മാന്യമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണെങ്കിലും ഈ അവിഹിതത്തിന് പോകുന്നവര്, ഒരാളെങ്കിലും അവിഹിതത്തിന് പോയിട്ട് നല്ല ജീവിതം ജീവിക്കുന്ന ആള് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയോ? ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അവിഹിതത്തിന് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളെ കുറിച്ചെങ്കിലും അറിയോ? ഒരിക്കലും അവരൊന്നും രക്ഷപ്പെടില്ല. എത്രയൊക്കെ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്നോ, അവരെ ചതച്ചു പോയാൽ നമുക്ക് പിന്നെ ഒരു നല്ല ജീവിതമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു ഭാര്യയ്ക്ക് ഇപ്പം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന കാര്യം ആ ഒരു ഭാര്യയ്ക്ക് അറിയില്ല. അതായത് ഇക്കരെ നിന്നപ്പം അക്കരെ പച്ചയായിരുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചാടിയത്. ഇനി ഇപ്പം ജീവിതമൊക്കെ എന്താവും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും ഈ ഒരു അവിനാശിന്റെ ഈ ഒരു വീഡിയോയ്ക്കെതിരെ ഭാര്യ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുമോ എന്നൊന്നും അറിയില്ല. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാൻ ഒരു ചാൻസും ഇല്ല. അവരത് ചെയ്യില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.